ഒറ്റ പ്രാവശ്യം മാത്രം അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ് മായുഹ്ലികുനായില്ലദ്ദഹർ, അല്ലെ? നിരീശ്വരത്വം എന്ന് പറയുന്നത്, നിർമ്മതത്വം എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം മാത്രമേ ഖുർആൻ അവരെ ഉദ്ധരിച്ചിട്ടുള്ളൂ എന്ന് പറയും നമ്മുടെ മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുന്നുണ്ട്. അത്ര ബലം കുറഞ്ഞ, അത്ര പറയാൻ മാത്രമേ പോലും ഉള്ളൂ എന്നാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലുമുള്ള ഹളഹളാന്ന് പറയുന്ന കേട്ടിട്ട് നമ്മൾ വിചാരിക്കുന്നത് അതാണ് വലിയ ശത്രു എന്നാണ്. അതൊരിക്കലും വലിയ ശത്രുവല്ല. അതിന് ശത്രുവായും അതിന്റെ വെല്ലുവിളിയെ അതിന്റെ അർത്ഥത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ. അവഗണിച്ചുകൊണ്ടാണ് അതിന് നേർക്ക് നിൽക്കുന്നത്. തീർത്തും അവഗണിക്കാൻ കഴിയില്ല. പ്രത്യക്ഷത്തിൽ വന്ന് ബുദ്ധിപൂർവകമായി ഹുജ്ജത്ത് കൊണ്ട് ദീനിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത്, ഏകദൈവ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നേരത്ത് ബുദ്ധിപരമായി തന്നെയാണ് അതിനെ നേരിടേണ്ടത്. ബുദ്ധി കൊണ്ടാണ് ഏകദൈവത്വം സ്ഥാപിക്കുന്നത്, തൗഹീദിനെ സ്ഥാപിക്കുന്നത്. അപ്പോൾ ബുദ്ധിപരമായി തന്നെ സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു ശരിയായ വകുപ്പ്, അതിന് പറ്റുന്ന കോപ്പ് പരിശുദ്ധ ശരീഅത്തിലുണ്ട് എന്നാണ് അള്ളാഹു മനസ്സിലാക്കി തരുന്നുണ്ട് എന്നാണ്. അത് ദീനിന്റെ സംരക്ഷകരായ ഉലമാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യും. അവരല്ല പക്ഷേ ഇടപെടുന്നതൊക്കെ ഏതെങ്കിലും നിൽക്ക ബഹുദൈവ വിശ്വാസികൾ പോലെ അല്ലല്ലോ. അവരിങ്ങനെ ഇളക്കുകൾക്ക് വരുമ്പോൾ ചെറിയ വിഷയങ്ങൾ, എവിടെയെങ്കിലുള്ള വിഷയങ്ങൾ, എന്തെങ്കിലുള്ള വിഷയങ്ങളൊക്കെ അവർ പറയാം. അതൊക്കെ നൂറ് ചെറിയ പ്രശ്നമാണ്. ഞാൻ ഇന്നത്തെ എന്തെങ്കിലും വിഷയം വെച്ച് പറയല്ല, പൊതുവെ പറയുന്നതന്നെ നോക്കി, പൊതുവെ പറയുന്നതന്നെ ഇഷ്ടം പോലെ ജീവിക്കാനും ഇഷ്ടം പോലെ അമ്മാനാടാനും ഇഷ്ടം പോലെ കളിക്കാനും പറ്റുന്നൊരു സ്വാതന്ത്ര്യം തന്നെ ഏറ്റല്ലേ അതിൽ വരുന്നുള്ളൂ. നിരീശ്വരത്വം എന്ന പേരിലോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനില്ല, ഈ പ്രപഞ്ചം സനാഥമല്ല, അനാഥമാണ് എന്നുള്ളതാണല്ലോ അവർ പറയേണ്ടത്. അവർ പറയേണ്ട ആ രീതിയിലല്ലല്ലോ അവരുടെ വരവ്. ആ രീതിയിലുള്ള നിലയിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരെ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം ആശയപരമായിട്ട് അവരുടേതുള്ളൂ. അല്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ അവർ കൊണ്ടുപോകുമ്പോൾ അതിലേക്കൊന്നും നമ്മൾ വലിഞ്ഞു കയറേണ്ട ഒരു കാര്യവുമില്ല. ഫിഖ്ഹിയായ തർക്കങ്ങളിലേക്കാവട്ടെ, നമ്മുടെ സംശയങ്ങളിലേക്കാവട്ടെ, വിശ്വാസപരമായി നമുക്കിടയിൽ നടക്കുന്ന തർക്കങ്ങളിലേക്കാവട്ടെ, ഇത്തരം തർക്കങ്ങളിലേക്കാക്കുമ്പോൾ അവർ നമ്മെ ആ അരികിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ പെടാതിരിക്കാനും അതിൽ അകപ്പെടാതിരിക്കാനും വഞ്ചിതരാകാതിരിക്കാനുമുള്ള മാർഗങ്ങളാണ് നമ്മൾ കരുതലാണ് നമ്മൾക്ക് വേണ്ടത്. ഖുർആൻ പറഞ്ഞ വലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ. നമ്മളെ പറ്റിക്കാനായിട്ട് നടക്കുന്ന പിശാച്ച് ബാത്തിൽ അവിടെ കാണിക്കുന്നത് നമ്മളെ ചതിയിൽപ്പെടുത്തലാണ്. ദുന്യാവിന്റെ ചതിയിൽ നമ്മൾ പെടും പോലെ തന്നെ ബാത്തിലിന്റെ ചതി അവിടെ ചതിയിൽപ്പെടുക എന്നാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. നമുക്കറിയാലോ ഒറൂർ. ആ ഒറൂറിന്റെ ചതിയിൽ പെടുകയാണ് വാസ്തവത്തെ നമ്മൾ അവിടെ ചെയ്യുന്നത്. അത് പെടാതിരിക്കാനുള്ള ഒരു ബുദ്ധിയെങ്കിലും അതിനുള്ള ഒരു സാമർത്ഥ്യമെങ്കിലും അതിനുള്ള ഒരു നിലയെങ്കിലും നിഷ്പക്ഷതയെങ്കിലും ഒക്കെ നമ്മൾ പുലർത്തണം. അങ്ങനെ പുലർത്തി പോന്നാൽ തീർക്കാവുന്നതേ അതുള്ളൂ. പിന്നീട് നമുക്ക് അകത്തുള്ള വെല്ലുവിളികൾ തന്നെയാണ് പ്രധാനമായ വെല്ലുവിളികൾ. ഞാൻ ചുരുക്കി കൊണ്ടുവരുന്നതല്ല. ഏത് വെല്ലുവിളികൾ നേരിടാനും ഖുർആൻ പര്യാപ്തമാണ്, അതുപോലെ ശരീഅത്ത് പര്യാപ്തമാണ്. അള്ളാഹുവിന്റെ ദീന് അതിനൊക്കെയും പറ്റുന്ന വിധത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. പക്ഷെ ആ സംവിധാനിച്ചതിനെ കൃത്യമായി കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അതിന് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ള നമ്മുടെ ഫർളായ കാര്യങ്ങൾ. ആ ഫർളായ കാര്യങ്ങൾ നിർവഹിക്കാൻ നമ്മൾ നിലക്കിടുകയും അക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു വരികയും ചെയ്താൽ വളരെ ഉഷാറാകും. ഇപ്പോൾ അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയാവതരണത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഫർള് കിഫായയായി ഈ സമൂഹത്തിൽ ശരീഅത്തും ദീനും നിലനിൽക്കാൻ നമ്മുടെ ഇമാമുകൾ വിവരിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ ഖുർആനിലെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ സുന്നത്തുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാവുന്നത് പോലെ ഈ ദീനിനെ അതിന്റെ പ്രമാണങ്ങൾ കൊണ്ട് നിലനിർത്തി പോരുക, ഇതിന്റെ പ്രമാണങ്ങൾ സുശക്തമായി നിലനിർത്തി പോരുക എന്ന് പറഞ്ഞത് തന്നെയാണ്. അതാണ് ബിൽ ഹിക്മ എന്ന് പറഞ്ഞ് ശുദ്ധമായ പ്രമാണങ്ങൾ കൊണ്ട് ഈ ദുനിയാവൊക്കെ ഒരു മൗഇദത്തുൽ ഹസന, ശക്തമായ പ്രമാണങ്ങൾ പറഞ്ഞാൽ വാസ്തവത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ടെന്നില്ല. കാരണം അത് തിരിയാൻ കുറച്ച് കടുപ്പുണ്ടാവും. എല്ലാവർക്കും അത് തിരിയില്ല. എല്ലാവർക്കും തിരിയാൻ കടുപ്പമില്ലാത്ത തിരിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഒരു മൗഇദത്തുൽ ഹസന എന്നാണ്. അവർക്ക് സമൂഹത്തിന്റെ പൊതുജനങ്ങൾക്ക് സംതൃപ്തമാകുന്ന തരത്തിലുള്ള പ്രമാണങ്ങൾ കൊണ്ട്, ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പ്രമാണങ്ങൾ കൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുക. ഈ രണ്ട് പ്രമാണങ്ങൾ കൊണ്ട് ബോധ്യപ്പെടുത്തിയാൽ വാസ്തവത്തിൽ ആശയപരമായിട്ടുള്ള ശത്രുതയെ, വെല്ലുവിളിയെ അതിജയിക്കാൻ പരിശുദ്ധ ദീനിന് സാധിക്കും. അതിന് വേണ്ടത് എന്താണ്? അറിവാണ്.
അപ്പൊ ഉലമാക്കന്മാര് അതിനു വേണ്ട അറിവുകൾ നേടാൻ അത് സജ്ജരാകാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത്. ആ അറിവുകൾ വാസ്തവത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഉപരിപ്ലവമായ രീതിയിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപരിപ്ലവമായ രീതിയിലാണ് പ്രമാണങ്ങൾ നമുക്ക് കൈമാറപ്പെട്ടു വരുന്നത്. മലയാള ഗ്രന്ഥങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘക്കാരോ ഏതെങ്കിലും പുതിയ പ്രബോധകന്മാരോ അതത് കാലത്തെ മാത്രം നോക്കിക്കൊണ്ട് വരച്ചിട്ടുള്ള വായിച്ച് അതുകൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്താം, അതിന്റെ ബൗദ്ധിക പ്രമാണങ്ങളെ ബലപ്പെടുത്താം, ഇത് യുക്തഭദ്രമാണെന്ന് സമർത്ഥിക്കാം എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു നിലയിലേക്ക് നമ്മുടെ പ്രബോധകന്മാർ ഇറങ്ങി വരികയാണ്. ഉദാഹരണമായി പുതിയ പുതിയ സാഹിത്യങ്ങൾ, ഏതെങ്കിലും മലയാള സാഹിത്യങ്ങൾ ആരെങ്കിലും പുറത്തിറക്കുമ്പോൾ അതാണ് നമ്മൾ വായിക്കുന്നത്. നമ്മളെ കയ്യിൽ ഏറ്റവും സുശക്തമായ പ്രമാണങ്ങളുണ്ട്. ഏത് കാലത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ, മതത്തിന്റെ ശത്രുക്കൾ, ബഹുദൈവ വിശ്വാസികളോ അല്ലെങ്കിൽ യുക്തിവാദികളോ നിരീശ്വരന്മാരോ ഇത് ഇസ്ലാം എന്ന് പറയുന്നതിന്റെ വിശ്വാസത്തെയാണ് സംസാരിക്കുന്നതെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങൾക്കെതിരിൽ വരുന്ന വെല്ലുവിളികളെ നേരിടാൻ പറ്റുന്ന ഏറ്റവും ബൗദ്ധികമായ കോപ്പുകളാണ് നമുക്ക് നമ്മുടെ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ളത്. നമ്മളെ പണ്ഡിതന്മാർ നൽകിയത് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാണണം. വിശുദ്ധ ഖുർആനാണല്ലോ അള്ളാഹുവിന്റെ ദീനിന് അള്ളാഹു ഇറക്കിയിട്ടുള്ള ഏറ്റവും വലിയ പ്രമാണം. ആ പ്രമാണത്തിന്റെ ഏറ്റവും നല്ല പ്രമാണങ്ങളുടെ ഭാഗങ്ങൾ തന്നെ വിവരിച്ചുകൊണ്ട് തന്നിട്ടുള്ളതാണ് നമ്മുടെ വിശ്വാസ ശാസ്ത്രത്തിന്റെ പ്രമാണങ്ങളൊക്കെ. ആ പ്രമാണങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഇപ്പോഴും അത് പഴകിപ്പോയി എന്നാണ് നമ്മൾ വിചാരിക്കണേ. പഴകിപ്പോയിട്ടില്ല. എല്ലാ കാലത്തും ശരിക്കും നിൽക്കുന്നത് ആ പ്രമാണങ്ങൾ തന്നെയാണ്. പച്ചക്ക് പറഞ്ഞാൽ നമ്മുടെ ഷഹറുൽ അഖായിദും അതിന്റെ ഹാഷിയകളും ഒക്കെ നൽകുന്ന ഈ ബൗദ്ധിക പ്രമാണങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ തൗഹീദിനും അതുപോലെ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾക്കും. ആ വിശ്വാസ കാര്യങ്ങൾക്കുള്ള പ്രമാണങ്ങൾ പഠിക്കുന്നതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അകത്തുള്ള വിശ്വാസപരമായ കാര്യങ്ങൾക്കാവട്ടെ അതിനും യഖീനിയായ നല്ല ഉറപ്പുള്ള സുദൃഢമായ മനസ്സിന് ഉറപ്പ് തരുന്ന തരത്തിലുള്ള പ്രമാണങ്ങൾ തന്നെ അള്ളാഹു വെച്ചതാണ് നമ്മുടെ ഇമാമുകൾ നൽകുന്നത്. ഇമാമുകൾ നൽകുന്നത് അങ്ങനെ തന്നെ എന്നല്ല, അത് കാലികമായി വായിച്ച് നമ്മൾ പഠിക്കണം. കാലികമായി അത് വായിച്ച് പഠിച്ച് സമർത്ഥിച്ചു പോരാൻ പറ്റുന്ന തെളിവാണ്. ഒന്നുമില്ലെങ്കിൽ അത് നേടാൻ പറ്റാത്തവരാണെങ്കിൽ അത്തരം വിഷയങ്ങളിൽ അവർ ഇടപെടാതിരിക്കണം. അതൊരു ആവശ്യമാണ്. ഇടപെടാൻ കഴിവുള്ളവർ ഇടപെട്ടാൽ മതിയല്ലോ, അല്ലാത്തവർ ഇടപെടാതെ സൂക്ഷിക്കണം. പക്ഷേ നിങ്ങൾ കയ്യിൽ ഉപയോഗിക്കുന്ന, നിങ്ങൾ എടുത്തുപയോഗിക്കുന്ന, നിങ്ങൾ സർവ്വതാ ഉപയോഗിക്കുന്ന സാമൂഹിക മാധ്യമങ്ങൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ, അതിലൊക്കെ ബഹളങ്ങൾ കാണുമ്പോൾ നമ്മൾ ബേജാറാകാണ്. അങ്ങനെ ബേജാറാകേണ്ട ഒരു വിഷയമല്ല. അതുകൊണ്ടൊന്നും ഇതൊന്നും ആവൂല, ഒരാടി വലിയലും ഇതിന് സംഭവിക്കൂല എന്നുള്ള ഒരു ശരിയായ വിശ്വാസം നമുക്ക് വേണം. അതാണ് ഞാൻ തുടക്കം പറഞ്ഞത്, ജാഹിലിയത്തിന്റെ എല്ലാ നിലയിലുമുള്ള ഇരുട്ടുകളും വ്യാപകമായ ശേഷമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ദീൻ, നമ്മുടെ സമ്പൂർണ്ണ ദീൻ അവതരിച്ചിട്ടുള്ളത്. ആ ജാഹിലിയത്തിനെ എല്ലാം വെളിച്ചം കൊണ്ട് തന്നെ ജ്വലിപ്പിക്കാനും ആ ജാഹിലിയത്തെ ഇരുട്ടുകളെ ഭേദിക്കാനും കഴിയുന്ന വെളിച്ചമാണ് പരിശുദ്ധ ദീനെന്ന് അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രമാണങ്ങളൊക്കെ അതിന്റെ പൂർണ്ണ ജ്വാലയോടെ ശേഷിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിൽക്കാലത്ത് വന്നവർക്ക് ഞാനിപ്പോ ഇങ്ങനെ പുതിയത് വായിച്ചു നോക്കുമ്പോൾ വളരെ സന്തോഷമാണ്. കാലികമായി വരുന്നതിലൊക്കെ പുതിയ വിവരങ്ങൾ ഇങ്ങനെ കാണാം. അഖീദന്റെ വിവരമാവട്ടെ, മറ്റേത് വിവരമാവട്ടെ, പുതുതായി വരുന്ന, നമ്മൾ കരുതുന്നൊന്നുമില്ല. അങ്ങനെയല്ല, കിതാബുകൾ പുതിയ വരുന്ന നോക്കുമ്പോൾ ജോറിൽ നല്ല ഇങ്ങനെ വരികയാണ്. കാരണം കാലികമായി വരുന്ന പ്രശ്നങ്ങളെ കാലികമായി അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാര് എല്ലായിടത്തുമുണ്ട്.